വിവാദമായ മഞ്ചേശ്വരം SDPI പിന്മാറ്റത്തിൽ വ്യക്തത വരുത്തി സംസ്ഥാന അധ്യക്ഷൻ. സ്ഥാനാർത്ഥിയെ പിൻവലിച്ചത് PK കുഞ്ഞാലിക്കുട്ടിയും മുസ്ലിം സംഘടനകളും ആവശ്യപ്പെട്ടതുകൊണ്ടെന്ന് CP അബ്ദുൽ ലത്തീഫ് 24നോട് പറഞ്ഞു. എന്നാൽ SDPI പിന്തുണയിൽ മുഖ്യമന്ത്രിയും MV ഗോവിന്ദനും പ്രതികരിച്ചില്ല. SDPIയുമായി ഒരു നീക്കുപോക്കുമില്ല എന്ന് CPIM ജനറൽ സെക്രട്ടറി MA ബേബി പറഞ്ഞു. LDFും SDPIയും തമ്മിൽ അന്തർധാര ശക്തമെന്ന് UDF നേതാക്കളും ആരോപിച്ചു. മഞ്ചേശ്വരത്തെ സ്ഥാനാർത്ഥിയെ പിൻവലിച്ചതിൽ UDFനെ വെട്ടിലാക്കി SDPIയുടെ വിശദീകരണം. PK കുഞ്ഞാലിക്കുട്ടിയും മുസ്ലിം സംഘടനകളും ആവശ്യപ്പെട്ടതുകൊണ്ടാണ് സ്ഥാനാർത്ഥിയെ മാറ്റിയതെന്ന് സംസ്ഥാന പ്രസിഡന്റ് CP അബ്ദുൽ ലത്തീഫ് 24നോട്. അവിടുത്തെ പൊതുവെയുള്ള മുസ്ലിം സംഘടനകൾ, മുസ്ലിം കോർഡിനേഷൻ കമ്മിറ്റി പോലുള്ള സംവിധാനങ്ങളൊക്കെ ഞങ്ങളോട് പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ടു. കുഞ്ഞാലിക്കുട്ടി സാഹിബ് അടക്കമുള്ള പലരും, അതിപ്പോൾ ഓരോരുത്തരുണ്ട്, നമുക്കിങ്ങനെ കൗണ്ട് ചെയ്തിട്ടില്ല, പലരും അവിടുത്തെ കാര്യത്തിൽ. അതുകൊണ്ട് മാത്രമല്ല, അതും ഒരു കാരണം. മത്സരിക്കാത്ത മണ്ഡലങ്ങളിൽ LDFനെ പിന്തുണയ്ക്കാൻ തീരുമാനിച്ചിട്ടില്ലെന്നും SDPI സംസ്ഥാന പ്രസിഡന്റ് പറഞ്ഞു. അതേസമയം SDPI പിന്തുണയിൽ നിലപാട് വ്യക്തമാക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയനും MV ഗോവിന്ദനും തയ്യാറായില്ല. വരട്ടെ ഇല്ലാത്ത കാര്യത്തെപ്പറ്റി ചർച്ച ചെയ്യണ്ട. ഉള്ള കാര്യം അവർ തന്നെ പറയട്ടെ. ഇനി എന്താണെന്നുള്ള പറയട്ടെ, നോക്കിയിട്ട് പറയാം. എനിക്ക് മനസ്സിലായി നിങ്ങൾക്ക് അതിൽ വിഷമമുണ്ട്. എന്ത് ചെയ്യാനാ? ഞാൻ പറഞ്ഞല്ലോ, മങ്കടയിൽ ഞങ്ങൾ നല്ല സ്ഥാനാർത്ഥിയാണ് നിർത്തിയിട്ടുള്ളത്, നല്ല രീതിയിൽ ജയിച്ചു വരും. നിങ്ങൾ എന്തിനാലും അല്ലാതെ വിഷമിക്കുന്നത്? ആ വിഷമം കൊണ്ട് കുറച്ച് നടക്കി. എന്നാൽ ഒരു നീക്കുപോക്കുമില്ലെന്നായിരുന്നു CPIM ജനറൽ സെക്രട്ടറി MA ബേബിയുടെ പ്രതികരണം. SDPIയുമായി CPIM യാതൊരു നീക്കുപോക്കും ഉണ്ടാക്കിയിട്ടില്ല, ധാരണയും ഉണ്ടാക്കിയിട്ടില്ല. അതേസമയം SDPI CPIM ഡീൽ ആരോപിച്ച് രമേശ് ചെന്നിത്തലയും മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PMA സലാമും രംഗത്തെത്തി. മലപ്പുറം ജില്ലയിലെ വേങ്ങര മണ്ഡലത്തിലെ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ SDPIയുടെ സ്ഥാനാർത്ഥിയായി മത്സരിച്ചിരുന്ന സഭാഗാണ് ഇത്തവണ LDFന്റെ സ്ഥാനാർത്ഥി. അതിന്റെ അർത്ഥം എന്താ? കേരളത്തിൽ SDPI പരസ്യമായിട്ട് പ്രഖ്യാപിച്ചല്ലോ, LDFന് പിന്തുണ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. PDP തെരഞ്ഞെടുപ്പിൽ പിന്തുണ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. SDPI വോട്ട് സ്വീകരിക്കുന്ന കാര്യത്തിൽ CPIM തീരുമാനമെടുക്കുമെന്നായിരുന്നു LDF സ്ഥാനാർത്ഥി KR ജയാനന്ദന്റെ മറുപടി. മഞ്ചേശ്വരം മണ്ഡലത്തിൽ 8600ഓളം വോട്ടാണ് SDPIക്കുള്ളത്. ഇലക്ഷൻ ഡെസ്ക് 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.